ഇന്ന് പൊതുവെ ശനിയാഴ്ച ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവർക്കും പിള്ളേർക്കും എല്ലാവർക്കും കൂടെ ഉണ്ടാക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പം ഞാൻ നോക്കിയപ്പോൾ റാഗിപ്പൊടിയുണ്ട്. അപ്പം ഞാൻ റാഗി കൊണ്ട് നല്ലൊരു അടയാണ് ഇന്ന് ഉണ്ടാക്കിയത് കേട്ടോ. ആവശ്യത്തിന് റാഗിപ്പൊടി എടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് അവലെടുക്കുക, തേങ്ങ എടുക്കുക, പിന്നെ നമ്മുടെ ശർക്കരയുണ്ടല്ലോ അത് വേണം, പിന്നെ കുറച്ച് ഫ്ലാക്സ് സീഡും ഇച്ചിരി ചിയാ സീഡും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് എന്ത് നട്ട്സ് വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ കാഷ്യൂ നട്ടും ബദാമും ആണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് അതിനോട് ഏത് നട്ട്സ് വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. ഈന്തപ്പഴം ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ വേണമെന്നുള്ളവർക്ക് ഇച്ചിരി ജീരകവും ഏലക്കയും കൂടെ പൊടിച്ചിടാവുന്നതാണ്. ഞാൻ പക്ഷേ അത് രണ്ടും ചേർത്തിട്ടില്ല. ഞാൻ ഇത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതെല്ലാം ആവശ്യത്തിന് നമ്മൾ പൊടിച്ച് നല്ല രീതിയിൽ എടുക്കുക. ഒന്നെങ്കിൽ മിക്സിയുടെ ജാറിനകത്ത് പൊടിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ ഉരലെടുത്തിട്ട് അതിനകത്ത് നമുക്ക് പൊടിക്കാവുന്നതാണ്. എന്നിട്ട് നമ്മളെല്ലാം കൂടെ ചെയ്യുക. പിന്നെ നമ്മളിപ്പം റാഗിപ്പൊടി മാത്രം എടുക്കുമ്പം ചില പിള്ളേർക്ക് റാഗിയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടാതെ വരും. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ ഇച്ചിരി റവയോ ഒക്കെ അതിനകത്ത് മിക്സ് ചെയ്യാവുന്നതാണ്. ഇച്ചിരി ഒരു കളർ വ്യത്യാസം വരാനും ഒക്കെ നല്ലതാണ്. അതിനുശേഷം നമ്മൾ നന്നായിട്ട് നമ്മുടെ അടയുടെ പരുവത്തിനനുസരിച്ച് കുഴച്ചെടുക്കണം. പിന്നെ നമ്മൾ ഈ മിക്സിലെ നമ്മളെടുത്ത ഇത്രയും സാധനങ്ങൾ, അവലും തേങ്ങായും നമ്മുടെ ഫ്ലാക്സ് സീഡും ചിയാ സീഡും നമ്മുടെ എല്ലാ നട്ട്സുകളും എല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് നമ്മൾ ഇളക്കി ശർക്കര എല്ലാം കൂടെ ചേർക്കുന്നതുകൊണ്ട് ശർക്കര ആവശ്യത്തിന് ഇച്ചിരി മധുരം ഉള്ളത് നല്ല റാഗിയാണ്, ഇച്ചിരി മധുരം കൂടുതൽ നിൽക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇതാണ് നമ്മൾ മിക്സ് ആക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇല എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് പരത്തുക. അതിനുശേഷം നമ്മൾ നന്നായിട്ട് മിക്സിൽ നമ്മൾ എടുത്തുകൊണ്ട് വന്ന മിക്സ് എല്ലാം കൂടെ നന്നായിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ പകുതിയോളം ഇടാം കേട്ടോ, ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. പകുതിയോളം ഇടുക. എന്നിട്ട് നമ്മൾ ഇല മടക്കി റെഡിയാക്കി നമ്മൾ അപ്പച്ചെമ്പ് എടുത്ത് വെക്കുക. അതിനുശേഷം ചൂടായ ശേഷം ഇത് അതിനകത്ത് എടുത്ത് വെച്ച് നമ്മൾ എടുക്കുക. പിന്നെ നല്ലവണ്ണം വെന്തതിന് ശേഷം നമ്മൾ എടുക്കുക. നല്ല സൂപ്പർ സാധനമായിരുന്നു. എല്ലാം ഞങ്ങളുടെ പിള്ളേർ റാഗി ഇഷ്ടപ്പെടാത്ത പിള്ളേരായി, പക്ഷേ ഇന്ന് അവർ റാഗി അട കഴിച്ചു. ഒരു അട കഴിച്ചാൽ നമുക്ക് നല്ല കലോറി കിട്ടുകയും ചെയ്യും. നമ്മുടെ ശരീരത്തിന് ഭയങ്കര നല്ല